ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളയാൾ എല്ലാ കാലത്തും അവിടെ അമിത സ്വാതന്ത്ര്യം ലഭിച്ചുകൊണ്ട് വാണ ഒരാളാണ് എന്ന തരത്തിലേക്ക് കൂടിയാണ് ഇപ്പോൾ SIT റിപ്പോർട്ടുകൾ 2 റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ചതിന് ശേഷം കോടതി പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയല്ലേ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ കാലവും അവിടെ വലിയ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അത് ഉദ്യോഗസ്ഥർ അനുവദിച്ച് നൽകിയതാണ്. അതിൽ നിന്ന് ഒരാൾക്കും ഇനി ഇളവുണ്ടാകില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണമോ വിപിൻ? അതെ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളത് ഒരാൾ ആണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളത് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അപ്പുറം ഇത് മറ്റാർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല, ഞങ്ങളൊക്കെ മാറി നിൽക്കുകയായിരുന്നു, ഇതിന്റെയൊക്കെ കസ്റ്റോഡിയൻ കമ്മീഷണറാണ് അല്ലെങ്കിൽ തിരുവാഭരണ കമ്മീഷണറാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ പലതവണ നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇത് അതിലൊന്നും നിൽക്കുകയില്ല എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ കോടതി കേസ് എടുത്തപ്പോൾ തന്നെ വ്യക്തമാക്കിയതാണ്. അന്ന് അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇതിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഇത് അന്വേഷിക്കണമെന്നുള്ളത് ഹൈക്കോടതി തന്നെ പറയുകയും അതിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥർ വേണമെന്നുള്ളത് ഹൈക്കോടതി തന്നെ പറയുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. പോറ്റിക്ക് ഒരു കീഴ്ശാന്തിയായി വന്നിട്ടുള്ള ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രയേറെ സ്വാതന്ത്ര്യം എങ്ങനെ ശബരിമലയിൽ ഉണ്ടായി? ഒപ്പം തന്നെ അവിടെ നിന്നും ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകാനും ആ സ്വർണം ഒരുക്കുകയും അതിൽ ബാക്കി വന്ന സ്വർണം ഒരു കുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കട്ടെ എന്നടക്കം ചോദിക്കാനുള്ള അത്രയും ഒരു സ്വാതന്ത്ര്യം എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായി എന്നുള്ളത് നമുക്ക് 2019 ചോദിക്കാമെങ്കിൽ എങ്ങനെ 2025 അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ വീണ്ടും ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊടുത്തയക്കണം എന്നുള്ള ഒരു തീരുമാനം ഇവരെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ചെയിൻ പോലെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്നുള്ള പോലെ തന്നെയാണ് ഇതിലൊരു വെട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും. അപ്പോൾ ഇതിൽ ആർക്കൊക്കെ പങ്ക് ലഭിച്ചു, ആരൊക്കെ അങ്ങനെ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ കോടതി പറയുന്നത് സ്വർണ്ണക്കവർച്ച കേസ് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരും എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ കൂടി ഹൈക്കോടതി ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. ശരിയായ രീതിയിലാണ് അന്വേഷണം പോകുന്നതെന്ന് പറയുന്നു. ഇത്തവണത്തെ ഈ റിപ്പോർട്ടിലും നിലവിൽ ദേവസ്വം ഭരണസമിതിക്കെതിരെ ദേവസ്വം ബോർഡിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളുണ്ട്, കണ്ടെത്തലുകളുണ്ട്. അതെല്ലാം കോടതി വളരെ വിശദമായി തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അമൃതമായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. വാതിൽപ്പാളി നൽകിയതിലും അത് തിരികെ കൊണ്ടുവന്നതിലും ഒക്കെ വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധന നടത്തണമെന്നൊരാവശ്യം അന്വേഷണ സംഘം ഉന്നയിച്ചിട്ടുണ്ട് കോടതിക്ക് മുൻപാകെ. എന്നാൽ മാത്രമേ നഷ്ടപ്പെട്ട സ്വർണം എത്രയാണ് എന്നത് കണ്ടെത്താൻ കഴിയൂ എന്ന് പറയുകയാണ്. അതിന് കോടതി അനുമതി നൽകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും നിലവിൽ ശരിയായ ട്രാക്കിൽ അന്വേഷണം പോകുന്നു എന്ന് പറയുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ 2ാം ഇടക്കാല അന്വേഷണ പുരോഗതി റിപ്പോർട്ടിലും SIT ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.